നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മംഗലപ്പുറ പോലത്തെ സ്ഥലം ഏതാ നിങ്ങൾക്ക് മനസ്സിലായ? ബാംഗ്ലൂർ എയർപോർട്ട്. അതന്നെ, ഞാൻ ആദ്യമായിട്ടാട്ടാ ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുകയെന്ന് മനസ്സിലാക്കിയ ദിവസം. അട്ട നോക്കി നോട്ടോ, എന്ത് രസാ സ്ഥലം കാണാൻ. നോക്കിയിട്ട് ക്രിസ്മസ് ട്രീ പോലത്തെ സാധനമല്ലോ ഈ തൂക്കിയിട്ടാ. ഞാൻ മേലോട്ട് കയറി നിന്ന് കഴിഞ്ഞിട്ട് കുത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. ഇനി നമുക്ക് കാര്യമായ കാര്യത്തിലേക്ക് കിടക്കാം. മണി എക്സ്ചേഞ്ച്, ഇന്ത്യൻ മണി തായ് ബാത്തിലോട്ട് മാറ്റുന്ന ചടങ്ങ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന്. അതെ, തായ്ലാൻഡ്. തോമസ് കുക്ക് എന്നാണ് നമ്മൾ മണി എക്സ്ചേഞ്ച് ഒക്കെ നടത്തിയത്. അതിനുശേഷം നമ്മൾ പിന്നെയും കറങ്ങി തിരിയാൻ തുടങ്ങി. അയ്യോ, പറയാതിരിക്കാൻ വൈ. ഈ സാധനം കണ്ട, ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആടിയിടി നോക്കി നോക്കിയിട്ട് എൻ്റെ കണ്ണുടക്കി നിർത്താണ്ട് തിരിയുന്ന ഈ പരസ്യം കണ്ടിട്ടാ. കൊള്ളാമല്ലേ? നമ്മളെ ആ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഈ ഒരു എയർപോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയ പോലെയാണ് എനിക്ക് തോന്നിയേട്ടാ. കാരണം ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം നോക്കി എന്ത് രസമാകാണേ. ഈ പൂക്കളെല്ലാം കണ്ടില്ലേ? ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മറ്റേ സ്വപ്നക്കൂടിലെ പാട്ട് ഓർമ്മ വന്ന്. ഏത് പാട്ടായിരിക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? എടാ ആനേനെ ഒന്നും തൊടലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടു തന്നെ ചെയ്യും ഈ പിള്ളേരെ ഒരു കാര്യം. പലരും ഒരു മാസം സാലറിനേക്കാളും മേലെയാന്ന് ഓരോ കണ്ണടേൻ്റെ പൈസകൾ കണ്ട ഇത്. എൻ്റെ അമ്മേ. നൗ ഷോയിങ് ലൈറ്റ്സ്, ക്യാമറ ആൻഡ് കോക്ടെയിൽസ്. എൻ്റെ ഈ എയർപോർട്ട് എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ലോഞ്ച്. അവിടെ പോയിട്ട് ഇഷ്ടംപോലെ ഫുഡ്, ഇഷ്ടംപോലെ ഡ്രിങ്ക്സ് എന്നാന്ന് വെച്ചെടുത്ത് എത്രാന്ന് വെച്ചാൽ കഴിക്കാമായിരുന്നു. അപ്പോൾ എൻ്റെ ദൈവമേ എന്ത് രസമായിരുന്നു. കുറച്ച് നേരം നല്ല വിശപ്പോടെ പോയതുകൊണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി. എൻ്റെ അമ്മോ, മഷാല്ല കണ്ടുകൊണ്ടല്ലേ. ഓക്കെ, അപ്പം ബോർഡിംഗ് ഗേറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഷിജിലും രുദ്രവും ഓടി നടക്കുമ്പോൾ ഞാൻ ഇവിടെ പുറകെ ഓടുമായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ ലിഫ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് വേഗം എത്തി. അങ്ങനെ ഇതേ നോക്കിയേ, ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഇങ്ങോട്ട് റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു. കാരണം ഇന്ത്യ എന്നൊക്കെ എഴുതി ഈ ബ്ലൂ ജേഴ്സി നമ്മളെ മനസ്സിലൊരു വികാരമാണല്ലോ. പിള്ളേന്മാരൊക്കെ ഹോക്കി ടീമിലുള്ള പിള്ളേരാണ്. നമ്മുടെ ഫ്ലൈറ്റിൽ തന്നെയാണ് അവരും. ബാങ്കോക്കിലാണ് അവരുടെ മാച്ച്. എന്തായ റിസൾട്ട് എന്നൊന്നും അറിയില്ല. അവരോടൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നു. നമ്മൾ ഇൻഡിഗോ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഫേൺവേ ഹോളിഡേയ്സ് എന്നാണ് നമ്മൾ പാക്കേജൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നല്ല പാക്കേജായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. വഴിയെ പറഞ്ഞു തരാം. എന്തായാലും ഇൻഡിഗോ ഫ്ലൈറ്റ് കാണുമ്പം ഈ കുഞ്ഞിനെ നമ്മൾ ഈ ഫ്ലൈറ്റ് കാണുമ്പോൾ കൗതുകമില്ലേ, അതെനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് രുദ്രനാക്കണം കൂടുതൽ കൗതുകം എനിക്കായിരുന്നു. ഇനി കുറേ വിശേഷങ്ങൾ, തായ്ലാൻഡ് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.